പാലക്കാട് ധോണിയിൽ പുലി ഇറങ്ങിയെന്ന സംശയം. മൂലപ്പാടത്ത് പുലിയെ കണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഈ പ്രദേശത്ത് പശുവിനെ പുലി ആക്രമിച്ചു കൊന്നു. വിവരം അറിയിച്ചിട്ടും വനംവകുപ്പ് ജീവനക്കാർ എത്തിയില്ല എന്ന് പരാതിയുണ്ട്. ധോണിയിൽ നിന്ന് നിഖിൽ പ്രമേഷ് തത്സമയം ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്. ധോണിയിൽ ഈ സംഭവം നടന്ന സ്ഥലത്താണോ ഇപ്പോൾ ഉള്ളത്? വിശദാംശങ്ങൾ. അതെ സ്കേൻ, ഈ ധോണിയിലെ ഈ മേഖല എന്ന് പറയുന്നത് നിരന്തരം വന്യമൃഗങ്ങളുടെ ശല്യമുള്ള ഒരു പ്രദേശം തന്നെയാണ്. അവിടെയാണ് ഇപ്പോൾ ഇന്ന് പുലർച്ചെ ഷംസുദ്ദീൻ എന്നയാളുടെ, മൂലപ്പാടത്തെ ഷംസുദ്ദീൻ എന്നയാളുടെ വീട്ടിലാണ് ഇപ്പോൾ ഈ പുലിയുടെ ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നത്. ഇന്ന് പുലർച്ചെ അദ്ദേഹം, ഈ വീട്ടുടമയായിട്ടുള്ള ഷംസുദ്ദീൻ, പുലിയെ കണ്ടു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പശുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീടിന് ഏതാണ്ട് അല്പം ദൂരെയായിട്ടാണ് ഈ പശുവിൻ്റെ ജഡം കിടക്കുന്നത്. പശുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതാണ്. നേരത്തെയും സമാനമായ രീതിയിൽ ഈ ഭാഗത്ത് പല ആളുകളും പുലിയെ കണ്ടിട്ടുണ്ട്. പുലിയുടെ സാന്നിധ്യം പലരും അനുഭവിച്ചിട്ടുണ്ട്. ഈ ഭാഗം എന്ന് പറയുന്നത് നിരന്തരം വന്യമൃഗങ്ങളുടെ ശല്യമുള്ളൊരു പ്രദേശം തന്നെയാണ്. കാട്ടാനയൊക്കെ നിരന്തരം ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ ഈ പുലിയുടെ ആക്രമണം കൂടി ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളായി നമുക്കറിയാം, ധോണി നിവാസികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിലുള്ളതാണ്. വലിയ പ്രയാസം അവർ നേരിടാറുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, തുടർച്ചയാകുന്ന ഇത്തരം ആക്രമണങ്ങളിൽ വലിയ ഭീതിയിലാണ് അവർ. ഈ വീട് എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട വീടാണ്. ഇവിടെ മറ്റ് അടുത്തും സമീപ പ്രദേശത്തൊന്നും അധികം വീടുകളൊന്നും തന്നെ ഇല്ല. ഒരൊറ്റപ്പെട്ട വീടാണ്. അവിടെയാണിപ്പോൾ ഈ ഇന്ന് പുലർച്ചെ പുലിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇവരുടെ വീട്ടിലെ പശുവിനെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ വനവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഇതിനോടൊപ്പം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യം ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും അവർ സംഭവ സ്ഥലത്തേക്ക് എത്തിയിരുന്നില്ല എന്നാണ് ഈ ഷംസുദ്ദീൻ പറയുന്നത്. എന്തായാലും ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ നേരത്തെയും ഈ ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്ന ഘട്ടത്തിലെല്ലാം തന്നെ ഇവിടുത്തെ പ്രദേശവാസികളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളത് ഈ വന്യമൃഗങ്ങൾ കാടിറങ്ങി ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് തടയാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ്. ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്നത് ഇവിടെ വന്നിട്ടുള്ളത് പുലി തന്നെയാണ് എന്നുള്ളതാണ്. അവർ പ്രാഥമികമായി സ്ഥിരീകരിക്കുന്നത് ആ തരത്തിൽ തന്നെയാണ്. പുലിയുടെ സാന്നിധ്യം ഈ മേഖലയിൽ കഴിഞ്ഞ കുറേയധികം നാളുകളായിട്ടുണ്ട്. ഈ ഷംസുദ്ദീൻ്റെ വീട്ടിൽ എത്തിച്ചേർന്നതും പുലി തന്നെയാണ് എന്നുള്ളതാണ് വനവകുപ്പിൻ്റെ സ്ഥിരീകരണം. ഓക്കെ, താങ്ക് യു. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ധോണിയിൽ പുലി ഇറങ്ങി എന്ന വാർത്തയാണ് വരുന്നത്.